നമ്മൾ നേരത്തെ ഈ കേസിൽ സിനിമാ മേഖലയിൽ ഉണ്ടായ ഇമ്പാക്റ്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു ആക്രമണം നടക്കുമ്പോൾ അത് നടി ഈ രീതിയിൽ ഉപദ്രവിക്കപ്പെടുന്നു കൊച്ചി നഗരത്തിലൂടെ എന്ന് പറഞ്ഞാൽ അത് ആ വാർത്ത പുറത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും സിനിമാ മേഖല ഒന്നടങ്കം ആ നടിക്കൊപ്പം നിൽക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പിന്നീട് ദിലീപിന്റെ ഇൻവോൾവ്മെന്റ് ഒക്കെ കേസിൽ വരുന്നു. ആ കാര്യങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ പലതരത്തിലുള്ള മൊഴിമാറ്റങ്ങൾ, പലരും നടിയെ തള്ളിപ്പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒട്ടും പിന്തുണ കൊടുക്കാതെ അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ കണ്ടു. ഈ സംഭവം ഉണ്ടായ ഉടൻ ഈ സിനിമാ മേഖല എങ്ങനെ പ്രതികരിച്ചു എന്ന് കൂടെ നമ്മളിപ്പോൾ ഓർത്തെടുക്കേണ്ടതുണ്ട് ഈ അവസരത്തിൽ. ജിൽസി, സിനിമാ മേഖല പൂർണ്ണമായും നടിക്കൊപ്പം ഒരു ഘട്ടത്തിലും നിന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ എപ്പിസോഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതികരണം നമുക്ക് ഓർത്തെടുക്കാവുന്നത് മോഹൻലാലിൻ്റേതാണ്. ഒരു ഘട്ടത്തിൽ അമ്മ പ്രസിഡന്റ് കൂടിയായിരുന്ന മോഹൻലാൽ ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണം നടിക്കൊപ്പം നിൽക്കുന്നു, ദിലീപിനായി പ്രാർത്ഥിക്കുന്നു എന്നതായിരുന്നു. വളരെ കൗതുകം നിറഞ്ഞ ഒരു പ്രതികരണമായിരുന്നു അത്. അതായത് ദിലീപ് വലിയ തോതിൽ സാമൂഹ്യ വിമർശനവും സാമൂഹ്യ പ്രതികാരവും നേരിടുന്ന ഒരു സമയത്ത് ദിലീപിനായി പ്രാർത്ഥിക്കുന്നു എന്ന് പരസ്യമായി പറയാൻ മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ അന്ന് തയ്യാറായി എന്നുള്ളത് സാമാന്യം നീതിബോധമുള്ള മനുഷ്യരെയെല്ലാം ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. സമാനമായ രീതിയിൽ നാദിർ ഷാ വളരെ ശക്തമായി തന്നെ ദിലീപിനൊപ്പം നിലയുറപ്പിച്ചു. ഒപ്പം തന്നെ സിദ്ദീഖ്, അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലെ തന്നെ ചില പ്രമുഖർ, അങ്ങനെ നിരവധി പേർ ദിലീപിനൊപ്പം ശക്തമായി തന്നെ കൂടെയുണ്ടായിരുന്നു. ചില നടിമാരും കൂടെയുണ്ടായിരുന്നു. ഇപ്പോൾ ഭാമ അടക്കമുള്ള നടിമാർ പിന്നീട് മൊഴി മാറ്റിയ ആളുകളാണ്. അങ്ങനെ മലയാള നടീനടന്മാരിൽ വലിയൊരു പക്ഷം ദിലീപിനൊപ്പം നിൽക്കുകയും ദിലീപിനായി സംസാരിക്കുകയും ചെയ്തിരുന്നു. സമാന്തരമായി ഈ നടിക്കെതിരെ വലിയ തോതിൽ സൈബർ ആക്രമണം നടന്നു. പലപ്പോഴും നടിക്ക് പുറത്തു വരാൻ കഴിയാത്ത വിധം നടിക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് പിൻവാങ്ങിപ്പോകാനുള്ള സമ്മർദ്ദം എന്ന രീതിയിൽ വലിയ തോതിലുള്ള സൈബർ ആക്രമണം നടിക്കെതിരെ നടത്തി. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട നടന്മാരൊന്നും തന്നെ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറാവാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പൃഥ്വിരാജിനെ പോലെ ചില ആളുകൾ മാത്രമാണ് ചെറിയ തോതിലെങ്കിലും പ്രതികരണം നടത്തിയത്. WCC എന്ന ഒരു വിമൻ സിനിമ കളക്റ്റീവ് എന്നൊരു മൂവ്മെൻറ്റ് അതിൻ്റെ ഭാഗമായി ഉണ്ടായി. അതൊരു മൂവ്മെൻ്റ് ആണോ എന്ന രീതിയിൽ സംശയം പ്രകടിപ്പിച്ചാണ് മോഹൻലാൽ ഒരു ഘട്ടത്തിൽ അതേക്കുറിച്ച് പ്രതികരിച്ചത്. ആ അർത്ഥത്തിൽ ഈ നടിക്ക് വേണ്ടി സംസാരിച്ച ആളുകളെയെല്ലാം ഏതെങ്കിലും തരത്തിൽ ഡിമണൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ പൈശാചികവൽക്കരിക്കുന്ന ഒരു വലിയ ഒരു പ്രതികരണ മഹാമഹം തന്നെ മലയാള സിനിമക്കകത്ത് നടന്നു. ഒപ്പം തന്നെ ദിലീപിന് വേണ്ടി വലിയ തോതിൽ ലോബിയിങ് നടത്താനും വലിയ ഒരു സന്നാഹം ഇറങ്ങിപ്പുറപ്പെട്ടു. ആ അർത്ഥത്തിൽ മലയാള സിനിമ കൃത്യമായി വിഭജിക്കപ്പെട്ട ഒരു സമയമായിരുന്നു. പുതിയ തലമുറയിലെ പാർവതി തിരുവോത്ത്, ഒപ്പം തന്നെ റിമ കല്ലിങ്കൽ, അതുപോലെ തന്നെ ഗീതു മോഹൻദാസിനെ പോലുള്ള നടിമാർ മാത്രമാണ് പരസ്യമായി ഒരു നിലപാടെടുത്തത്. അവർക്കെല്ലാം തന്നെ സിനിമയിൽ അവസര നഷ്ടങ്ങളുണ്ടായി. അവർ പലപ്പോഴും സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നു. അവരെ ബോധപൂർവം സിനിമകളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ കഴിഞ്ഞ 8 വർഷം പലരും ഫീൽഡ് ഔട്ട് ആവുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായത് ഈ വിഷയത്തിൽ ഒരു നിലപാടെടുത്തിൻ്റെ ഭാഗമായി ആണ് എന്ന് പറയാം. എങ്കിൽ പോലും ദിലീപിന് ശക്തമായ സ്വാധീനം എല്ലാ ഘട്ടത്തിലും ഉണ്ടായിരുന്നു. അദ്ദേഹം നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഭാഗമാണ്. ഒപ്പം തന്നെ അദ്ദേഹം സംവിധായകരുടെ സംഘടനകളുടെ ഭാഗമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അമ്മ എന്ന സംഘടന അദ്ദേഹത്തെ ഈ കേസിൽ പെട്ട ഉടൻ തന്നെ അദ്ദേഹത്തെ പുറത്താക്കുന്നുണ്ട്. എന്നാൽ കൃത്യം ഒരു വർഷം അദ്ദേഹം ജാമ്യം കിട്ടി പുറത്ത് വന്നതിന് ശേഷം കൃത്യം ഒരു വർഷം കഴിയുമ്പോൾ ദിലീപിനെ അമ്മ തിരിച്ചെടുക്കുക. അന്ന് അദ്ദേഹം പുറത്താകുമ്പോൾ അമ്മയുടെ ട്രഷററായിരുന്നു. പിന്നീട് ദിലീപിനെ തിരിച്ചെടുത്തപ്പോൾ വലിയ തോതിലുള്ള വിമർശനം പൊതുസമൂഹത്തിൽ നിന്നുണ്ടായി. വിമൺ ഇൻ സിനിമ കളക്റ്റീവിൻ്റെ ഒരു പക്ഷേ പെട്ട ഒരു പ്രൊവോക്കേഷൻ അവിടെയായിരുന്നു. അവരെല്ലാം തന്നെ ആ അമ്മയിൽ നിന്ന് രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് അപ്പോഴും അമ്മ ഒരു സംഘടന എന്ന രീതിയിൽ ദിലീപ് മാറി നിൽക്കണം എന്നൊരു നിലപാട് സ്വീകരിക്കാൻ തയ്യാറായില്ല. എന്നാൽ പിന്നീട് ദിലീപ് തന്നെ സ്വയം ഞാൻ അമ്മയിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ രാജിവെച്ച് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആ അർത്ഥത്തിൽ ദിലീപിൻ്റെ സ്വാധീനം ഒരു ഘട്ടത്തിലും കുറഞ്ഞു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടില്ല. വലിയ സാമൂഹ്യ സമ്മർദ്ദം വന്ന് ഗതികെട്ട ഒരു ആ സമയത്ത് മാത്രമേ പ്രധാനപ്പെട്ട നടന്മാരെല്ലാം ഈ ദിലീപിനെതിരെയോ അല്ലെങ്കിൽ നടിക്ക് അനുകൂലമായി പ്രതികരിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സിനിമയ്ക്കകത്ത് മൂലധനത്തിൻ്റെ ഒരു ശക്തി അല്ലെങ്കിൽ പണം മുടക്കുന്നവരുടെ ശക്തി, ദിലീപ് എന്ന നടൻ്റെ ഒരു ശക്തി, അദ്ദേഹത്തിന് സിനിമയിലുള്ള ഓരോ തലത്തിലുമുള്ള സ്വാധീനം എല്ലാ ഘട്ടത്തിലും പ്രകടമായിരുന്നു എന്ന് തന്നെ പറയാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ എന്താ പറയുക, മോഹൻലാൽ അടക്കമുള്ള അമ്മയുടെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ ഇതൊരു മധ്യസ്ഥ ചർച്ച നടത്തി പരിഹരിച്ചാലോ എന്നൊരു സമീപനത്തിലായിരുന്നു എല്ലാ ഘട്ടത്തിലും സമീപിച്ചത്. ഞങ്ങൾ ഇരക്കൊപ്പം എന്ന് പറഞ്ഞ് ശക്തമായി അവർക്കൊപ്പം നിലയുറപ്പിക്കാൻ തയ്യാറായില്ല. മലയാള സിനിമാ താരമായിരുന്ന ഈ യുവനടി പിന്നീട് മലയാള സിനിമാ മേഖല തന്നെ ഉപേക്ഷിച്ച്
ഇതര ഭാഷകളിൽ അഭിനയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ അർത്ഥത്തിൽ ശക്തമായൊരു പിന്തുണ അവർക്ക് സിനിമാ മേഖലയിൽ നിന്ന് ലഭിച്ചു എന്ന് പറയാൻ കഴിയില്ല.